We are going straight into the problem. This is a question from CSIR NET 2024. Here, a uniform plane square sheet of mass m centered at origin in an inertial frame. A plane square sheet is at origin. Center is at origin. Sheet is rotating about an axis passing through origin. At an instant, all its vertices lie on xy axis. Angular momentum is this. Okay, and I naught is the moment of inertia about x-axis. At this instant, angular velocity of the sheet is. It's a nice question. Understand the question first. A sheet whose mass is m and which is lie on xy axis and all of its vertices on xy. Suppose this is x-axis and this is y-axis. At some moment, its vertices lie on xy axis, something like this. Suppose this is the square. Okay. At this moment, this angular velocity is given by I naught omega naught 2i plus j plus k. Okay. Here I naught is the moment of inertia about x-axis. About this axis, I naught is ix, right? But we know this is centered about origin. If you look at this body from origin, it is having symmetry. Also, this ix axis and y axis, the moment of inertia will be same because mass distribution will be same. Therefore, because we write ix is equal to iy equal to I naught because the body having symmetry. ഈ ആക്സസിൽ നിന്ന് നോക്കിയാലും ഈ ആക്സസിൽ നിന്ന് നോക്കിയാലും മാസ് ഡിസ്ട്രിബ്യൂഷൻ ഒരുപോലെയാണ്. പിന്നെ നമുക്കറിയാം ബൈ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം ഇതാണ് ഐ ഇസഡ്. അത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം വിച്ച് ഇസ് ഐ നോട്ട് പ്ലസ് ഐ നോട്ട് ഐ ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഐ നോട്ട്. ഇങ്ങനെ കിട്ടും. ഈ കേസിൽ നമ്മുടെ ആംഗുലർ മൊമെൻറ്റം തന്നിട്ടുണ്ട് ഐ നോട്ട് ഒമേഗ നോട്ട് 2i പ്ലസ് ജെ പ്ലസ് കെ. ഓക്കെ, ചോദ്യം ഇതാണ്, ആംഗുലർ വെലോസിറ്റി എന്തെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ സിമിട്രി ഉള്ളതുകൊണ്ട് തന്നെ, ഈ ബോഡിക്ക് സിമിട്രി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസറിൽ ഓഫ് ഡയഗണൽ എലമെന്റുകളൊന്നും കാണുകയില്ല. ദിസ് ഷുഡ് ബി ഡയഗണൽ I1 0 0 0 I2 0 0 0 I3. ഇതായിരിക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ. I1 എത്രയാണ്? Ix ആണ് അല്ലേ? അതെന്താ? I 0 0 0 Iy I ആണ് 0 Iz 2i എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ. ഇത് ഡയഗണൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ റിലേഷൻ ഉപയോഗിക്കാം. L1 is equal to I1 omega 1. ഇതിൽ നമുക്ക് ഒമേഗ 1 കണ്ടുപിടിക്കാം. L1 by I1. L1 എത്രയാണ്? L1 ദാ ഇവിടെ നമുക്ക് എഴുതാം 2 I നോട്ട് ഒമേഗ നോട്ട്. L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I കമ്പോണന്റ് അല്ലേ, ഐയുടെ കോയിഫിഷ്യൻ്റ് ആണ്. L2 എന്താണ്? I നോട്ട് ഒമേഗ നോട്ട്. L3 എന്താണ്? I നോട്ട് ഒമേഗ നോട്ട്. ഇവിടെ ഒരു 2 കൂടെ ഉണ്ടല്ലേ ക്വസ്റ്റ്യനിൽ. യെസ്, സോ 2i നോട്ട് ഒമേഗ നോട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒമേഗ 1 എന്ന് പറഞ്ഞാൽ L1 by I1 ആണ്. L1 is this 2i നോട്ട് ഒമേഗ നോട്ട് by I1 which is I നോട്ട് ഇത് കട്ട് ചെയ്ത് കഴിയുമ്പം 2 ഒമേഗ നോട്ട് എന്ന് കിട്ടും. തിരിച്ച് ഒമേഗ 2 എന്ന് പറയുന്നത് L2 by I2 ആണ്. L2 എന്ന് പറയുന്നത് I നോട്ട് ഒമേഗ നോട്ടാണ്. I2 എന്ന് പറയുന്നത് I നോട്ട് തന്നെയാണ്. സോ ഒമേഗ നോട്ട് എന്ന് കിട്ടും.
ഒമേഗ 3 എന്ന് പറയുന്നത് L3/I3 എന്നാണ്. L3 എന്ന് വെച്ചാൽ എന്താണ്? ഇതാ കണ്ട ഇത് 2I0 ഒമേഗ നോട്ട് ബൈ I3 എന്ന് പറഞ്ഞാൽ 2I0. സോ ഒമേഗ നോട്ട്. സോ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി 2 ഒമേഗ നോട്ട് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ 2 ഒമേഗ നോട്ട് പുറത്തേക്ക് എടുക്കാം. ബാക്കി 2I + J + K. നമ്മുടെ ക്വസ്റ്റ്യനിലെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റിജിഡ് ബോഡി ഹാവ് ദ ഫോളോയിങ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ എക്സ്പ്രസ്ഡ് ഇൻ ലാബ് ഫ്രെയിം. ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ. വാട്ട് ആർ ദി പ്രിൻസിപ്പൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഓഫ് ഡയഗണൽ എലമെന്റ് ഉണ്ടോ എന്ന്. ഇവിടെ ഓഫ് ഡയഗണൽ എലമെന്റ് ഉണ്ട് അല്ലേ? ഇഫ് I given, then principal moment of inertia is eigenvalues. മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ തന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് അതിൻ്റെ ഐഗൻ വാല്യൂസ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ ബോഡിക്ക് ഇസഡ് ആക്സിസ് വഴി സിമെട്രി ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു ഐഗൻ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. λ3 എന്ന് പറയുന്നത് 5 ആണ്. ബാക്കി ഐഗൻ വാല്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബാക്കി ഉള്ള ഭാഗത്തെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആ മെട്രിക്സിന് ഞാൻ A എന്ന് എഴുതുന്നു. 4 -2 -2 3. ഇതിനെ ഡയഗണലൈസ് ചെയ്യുക, ഐഗൻ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, A = 4 -2 -2 3. A minus λI = 4 minus λ minus 2. ഇവിടെ I എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. 1 0 0 1 0 അല്ല -2 3 minus λ. ഇതാണ് A minus λI. അതിൻ്റെ ഡിറ്റർമിനൻറ്റിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. ഡിറ്റർമിനൻറ്റ് ഓഫ് A minus λI = 0. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് 4 minus λ -2 3 minus λ = 0. ഓക്കെ, ജസ്റ്റ് പ്രോഡക്റ്റ് എടുക്കുക. 4 minus λ ഇൻറ്റു 3 minus λ minus -2 into -2 -4 = 0. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 12 minus 3 λ minus 4 λ plus λ² minus 4 = 0. λ² minus 7 λ plus 8 = 0. ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അതിനെ സോൾവ് ചെയ്യേണ്ടി വരും. λ = -b എന്ന് പറയുന്നത് -7 ആണ്. +or - √b² 7² -4 into A 1 ആണ്. C എന്ന് പറയുന്നത് ഇതാണ് /2a. λ എന്ന് പറയുന്നത് 7 +or - 49 - 32, അതായത് √17/2 എന്ന് വരും അല്ലേ? √17 എന്ന് പറഞ്ഞാൽ എബൌട്ട് 4.1 ആണ്. 4ന് മേലെ വരും. +or - 4.1/2. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്നത് λ = 7 +or - 4.1/2. +4.1 ആണെങ്കിൽ 11ന് മുകളിൽ, അതായത് 5.56 അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാം. എനിവേ λ ഈസ് അബൌട്ട് 5.6 എന്നല്ലോ ഞാൻ എഴുതുകയാണ്. എനിവേ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5.5. അടുത്തെന്താണ്? മൈനസ് എടുക്കുകയാണെങ്കിൽ 7 - 4 3 ആണ്. 4.1 ആണെങ്കിൽ 3യേക്കാളും ചെറുതായിരിക്കും. അപ്രോക്സിമേറ്റ്ലി
2.9 എന്നുള്ള ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ബൈ 2. 3യേക്കാളും എന്താണ് ചെറുതാണ്. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി 1.4 എന്നോ അല്ലെങ്കിൽ ദ വാല്യൂ ലെസ് ദാൻ 1.5 ആയിരിക്കും. ഇവിടെ ലാംഡ ഗ്രേറ്റർ ദാൻ 5.5 ആയിരിക്കും. ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1.5 ആയിരിക്കും. അപ്പോൾ ഇതിന് അപ്രോക്സിമേറ്റ് എഴുതി കഴിഞ്ഞാൽ ലാംഡ ഈക്വൾ ടു 6 എന്നും ഇവിടെ ലാംഡ ഈക്വൾ ടു 1 എന്നും എഴുതാം. ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1.5 റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു ഐഗൻ വാല്യൂ കിട്ടിയായിരുന്നു 5, പിന്നെ 2 എണ്ണം ഇപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തു 1ഉം 6ഉം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റായിട്ട് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Rigid body has 3 distinct principal moment of inertia I1, I2, I3. Which statement is correct for torque free rotation? Torque free rotation correct ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒന്ന്, rotation about all axes are stable. നമുക്കറിയാം, നമ്മളൊരു തിയറം പഠിച്ചു, ഇന്റർമീഡിയറ്റ് ആക്സസ് തിയറം അല്ലെങ്കിൽ ടെന്നീസ് റാക്കറ്റ് തിയറം. ഇന്റർമീഡിയറ്റ് ആക്സിസ് തിയറം. അതെന്താണ് പറയുന്നത്? ഒരു ബോഡിക്ക് പ്രിൻസിപ്പൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടെങ്കിൽ പ്രിൻസിപ്പൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഏറ്റവും കൂടിയ ആക്സസ് വഴിയും ഏറ്റവും കുറഞ്ഞ ആക്സസ് വഴിയും ബോഡിയെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി സ്റ്റേബിൾ ആയിരിക്കും. അതേസമയം പ്രിൻസിപ്പൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻ ബിറ്റ്വീൻ ഹയസ്റ്റ് വാല്യൂ ആൻഡ് ലോവസ്റ്റ് വാല്യൂ അങ്ങനെയുള്ള ഒരു ആക്സസ് വഴി നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ I1 ആക്സസും I3 ആക്സസും എന്താണ്? സ്റ്റേബിൾ ആണ്. ഇതാണ് ഇന്റർമീഡിയറ്റ് തിയറം. അതേസമയം I2 എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ റൊട്ടേഷൻ അബൌട്ട് ഓൾ ആക്സസ് ആർ സ്റ്റേബിൾ റോങ് ആണ്. റൊട്ടേഷൻ അബൌട്ട് ആക്സസ് 2 സ്റ്റേബിൾ, ആക്സസ് ഇസ് 2 അൺസ്റ്റേബിൾ ആണ്, അതും റോങ് ആണ്. റൊട്ടേഷൻ അബൌട്ട് 1 and 3 ആർ സ്റ്റേബിൾ, about 2 is unstable. ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഇനി സിമിലർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഹോമോജീനിയസ് റെക്ടാംഗിൾ ബ്ലോക്ക് ഹാവിംഗ് സൈഡ് ലോങ് ആക്സിസ് അലോങ് എക്സ് ഡയറക്ഷൻ. അതായത് ഒരു ബ്ലോക്കാണ്, റെക്ടാംഗുലർ ബ്ലോക്കാണ്. ആൻഡ് this is the rectangular block. ഓക്കെ, ഇങ്ങനെ ഒരു ബ്ലോക്ക്. എ എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലുള്ള ആക്സിസ് ആണ് എ, ബി അലോങ് വൈ ഡയറക്ഷൻ ഇത്, ആൻഡ് സി അലോങ് ഇസഡ് ഡയറക്ഷൻ ഇത്, ഈ ആക്സിസ് ഇങ്ങനെ വിചാരിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി. And principal moment of inertia is also given by this. Which rotation is torque free motion or unstable? For torque free motion. Okay. ഇതും തൊട്ട് മുമ്പ് പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. അൺസ്റ്റേബിൾ ആക്സിസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇന്റർമീഡിയറ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ള ആക്സിസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ തന്നിക്കുന്ന IX, IY, IZ ഏതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് ഇന്റർമീഡിയറ്റ് എന്ന് ആദ്യം കണ്ടുപിടിക്കുക. ആ ആക്സസ് ആണ് എന്ത്? അൺസ്റ്റേബിൾ ആക്സസ്. യൂഷ്വലി അത് മിഡിൽ ആക്സസ് ആയിരിക്കും. നമുക്കിവിടെ നോക്കാം. എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി ആയതുകൊണ്ട് ഇവിടെ നമ്മൾ നോക്കുക 3 ടേംസ് ഉണ്ട്, A² പ്ലസ് B². അപ്പോൾ ഇതായിരിക്കും ഇതിൽ ഏറ്റവും വലിയ ടേം, അല്ലേ? അത് കഴിഞ്ഞ് എന്തായിരിക്കും ഇവിടെ ഉള്ളത്? A² പ്ലസ് C²ഉം B² പ്ലസ് C² ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, C²നോടൊപ്പം A² ആഡ് ചെയ്യുന്നതായിരിക്കും C²നോടൊപ്പം B² ആഡ് ചെയ്യുന്നതിനേക്കാളും വലുത്, അല്ലേ? ഇത് ഏറ്റവും വലുതായിരിക്കും ആദ്യത്തെ 2 ടേം. അത് കഴിഞ്ഞ് C²നോടൊപ്പം A² ആഡ് ചെയ്യുന്നത് ആയിരിക്കും B² ആഡ് ചെയ്യുന്നതിനേക്കാളും വലുത്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും A² പ്ലസ് B², ആ ടേം ഏതാ? ഇത് IZ ആണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞ് A² പ്ലസ് C² ഉള്ള ടൈം ഏതാ? ഇത് IY ആണ് അത് കഴിഞ്ഞ് വലുത്. അത് കഴിഞ്ഞ് B² പ്ലസ് C² ഉള്ളത് IX ആണ്.
IX ഏറ്റവും ചെറുത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തു IY ആണ് എന്ത്? ഇൻ്റർമീഡിയറ്റ് ആക്സിസ്. IY ഇൻ്റർമീഡിയറ്റ് ആക്സിസ് അല്ലെങ്കിൽ മിഡിൽ ആക്സിസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ ആക്സിസ് വഴിയുള്ള റൊട്ടേഷൻ അൺസ്റ്റേബിൾ ആയിരിക്കും അല്ലേ? റൊട്ടേഷൻ അബൌട്ട് IY, Y ആക്സിസ് ഈസ് അൺസ്റ്റേബിൾ. ഇതാണ് ആൻസർ ബി. ബാക്കി എക്സും ഇസഡും ആക്സിസ് വഴിയുള്ള റൊട്ടേഷൻസ് സ്റ്റേബിൾ ആയിരിക്കും. കാരണം അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഹയർ മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലെങ്കിൽ ലോവർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി. റിജിഡ് ബോഡി വിത്ത് പ്രിൻസിപ്പൽ മൊമെന്റ്സ് I1, I2, I3 ഈസ് റൊട്ടേറ്റിംഗ് ടോർക്ക് ഫ്രീ. ദാ ഇവിടെ തന്നിരിക്കുന്നു. ഇങ്ങനെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ള ബോഡി ടോർക്ക് ഫ്രീ റൊട്ടേഷൻ കാണിക്കുന്നു. യു പെർഫോം എ ലീനിയർ സ്റ്റെബിലിറ്റി അനാലിസിസ് അബൌട്ട് ആക്സിസ് 2. സെക്കൻഡ് ആക്സിസ് വഴി ഒരു സ്റ്റെബിലിറ്റി അനാലിസിസ് നടത്തിയപ്പോൾ കിട്ടിയ ഇക്വേഷൻ ഇതാണ് ഓയിലർ ഇക്വേഷൻ. അത് ഇവിടെ തന്നിട്ടുണ്ട്. ഡെൽറ്റ ഒമേഗ 1 എന്ന് പറയുന്നത് അതിൻ്റെ ഇൻസ്റ്റെബിലിറ്റി ടേം ആണ്, പെർട്ടർബേഷൻ ടേം ആണ്. എബൌട്ട് 2 ആക്സിസ്, ബോഡി റൊട്ടേറ്റ് ചെയ്തത് രണ്ടാമത്തെ ആക്സിസിലാണ്. അപ്പോൾ ഫസ്റ്റ് ആക്സിസിലുണ്ടായ പെർട്ടർബേഷനാണ് ഈ തന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ കെയുടെ വാല്യൂ എല്ലാം തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നോക്കുക. ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഓർഡർ, പ്രിൻസിപ്പൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഓർഡർ. അപ്പം നമ്മളിവിടെ കെ നോക്കിക്കഴിഞ്ഞാൽ I2 മൈനസ് I3 അല്ലേ വലുത്. അപ്പോൾ I2 മൈനസ് I3 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും. I1 മൈനസ് I2 ആണ് I1-നെക്കാളും വലുത്. അപ്പോൾ I1 മൈനസ് I2 എന്ന് പറയുന്ന ടേം അതും ലെസ് ദാൻ 0 ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ രണ്ട് ടേമും ലെസ് ദാൻ 0 ആണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കുക. ഈ പ്രോഡക്റ്റ് ടേം അപ്പോൾ എന്തായിരിക്കും? I2 മൈനസ് I3 ഇൻറ്റു I1 മൈനസ് I2. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ടേം, പ്രോഡക്റ്റ് ടേം പോസിറ്റീവ് ആയിരിക്കും. ഓൾസോ പ്രിൻസിപ്പൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടേം I1, I2, I3 ഇവരെല്ലാം പോസിറ്റീവ് ആയാലേ പറ്റൂ ഇൻഡിവിജ്വലി. അതുകൊണ്ട് ഡിനോമിനേറ്ററിലുള്ള ടേം I1, I2 എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് ടേം I1, I3 എന്ന് പറയുന്ന ടേമും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഇവിടുത്തെ റൊട്ടേഷൻ അതാണ് ഈ ഒമേഗ ടൈം, നമുക്കറിയാം, അതും പോസിറ്റീവാണ്. അത് ഇവിടെ തന്നിട്ടുണ്ടത്. അപ്പം മൊത്തത്തിൽ കെയുടെ വാല്യൂ എന്ത് കിട്ടി? I1, I3 പോസിറ്റീവാണ്, ഒമേഗയും പോസിറ്റീവാണ്, കെയും പോസിറ്റീവാണ്. എന്താ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ? ഡെൽറ്റ ഒമേഗ 1 ഡബിൾ പ്രൈം ഈക്വൽ ടു കെ ഡെൽറ്റ ഒമേഗ 1. കെ ഒരു പോസിറ്റീവ് ടേം ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഡെൽറ്റ ഒമേഗ 1 ഡബിൾ പ്രൈം മൈനസ് കെ ഡെൽറ്റ ഒമേഗ 1 ഈക്വൽ ടു 0. ഇതാണ് റിലേഷൻ. അപ്പോൾ ഡെൽറ്റ സ്ക്വയർ മൈനസ് ഡെൽറ്റ റൂട്ട് കെ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് കെ എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഡെൽറ്റ ഒമേഗ 1 പെർട്ടർബേഷൻ എലോങ് ഫസ്റ്റ് ആക്സിസ് വിൽ ബി എ ഇ റേസ് ടു റൂട്ട് കെ ടി പ്ലസ് ബി ഇ റേസ് ടു മൈനസ് റൂട്ട് കെ ടി. അതായത് എക്സ്പോണൻഷ്യൽ സൊല്യൂഷൻസ് ആണ്. ഇത് എക്സ്പോണൻഷ്യലി ഗ്രോയിങ്, ഇത് എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അൺസ്റ്റേബിൾ മോഷനെ സൂചിപ്പിക്കുന്നു. അതായത് ഈ ആക്സിസ് വഴി നമ്മൾ ബോഡി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ അത് എന്തിലോട്ട് നയിക്കും? അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോഷനിലേക്ക് നയിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഏതാ? സിൻസ് കെ ലെസ് ദാൻ 0 ഇതല്ല, കെ ഗ്രേറ്റർ ദാൻ 0 ആണ് നമുക്ക് കിട്ടിയത്. ബട്ട് പെർട്ടർബേഷൻസ് ഗ്രോ എക്സ്പോണൻഷ്യലി അൺസ്റ്റേബിൾ. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ.
ഓയിലേഴ്സ് ഇക്വേഷൻ തന്നേക്കും, എന്നിട്ടൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നേക്കും. കെയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനൊന്ന് സോൾവ് ചെയ്യുക. ഓസിലേറ്ററി സൊല്യൂഷൻ ആണെങ്കിൽ സ്റ്റേബിൾ ആണ്, എക്സ്പൊണൻഷ്യൽ ഗ്രോയിങ് സൊല്യൂഷൻ ആണെങ്കിൽ അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ എന്ന് പറയുന്ന സെഷനിലുള്ള പ്രോബ്ലംസ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾ ഒരുപാട് ലെക്ചേഴ്സ് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ കൺസെപ്റ്റ് എല്ലാം കേട്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഇനി ഈ ഏരിയയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.